ഓക്കെ. കാസർഗോഡ് ജില്ലയിലെ അതിസമ്പന്നമായ ഒരു കുടുംബത്തിലെ ദമ്പതികൾ, അവർക്ക് ഒരുപാട് സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളില്ല. ഒരു സുഹൃത്തിൻ്റെ ഉപദേശപ്രകാരം അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കുകയാണ്. 2 മാസമാകുമ്പോഴാണ് കുഞ്ഞിനെ ദത്തെടുക്കുന്നത്. ആ കുഞ്ഞ് അവരുടെ വീട്ടിൽ വളരെ സ്നേഹത്തോടു കൂടി, ലാളനയോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഒരിക്കലും ആ കുഞ്ഞ് മനസ്സിലാക്കുന്നില്ല ഇത് തൻ്റെ കൂടെയുള്ളത് തൻ്റെ അമ്മയുമല്ല അച്ഛനുമല്ല എന്ന്. പക്ഷേ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ സ്വന്തം ഗൃഹത്തിൽ താമസിക്കുന്നത് പോലെ, ജീവിക്കുന്നത് പോലെ സ്നേഹവും ലാളനയും വേണ്ടുവോളം ലഭിച്ച് ആ കുഞ്ഞ് വളരുകയാണ്. ഏകദേശം 4ാം ക്ലാസ്സിലെത്തുമ്പോൾ, അതായത് കുഞ്ഞിന് ഒരു 9-10 വയസ്സ് പ്രായമാകുമ്പോൾ, ആ കുഞ്ഞിൻ്റെ അധ്യാപകൻ ആ കുഞ്ഞിനോട് പറയുകയാണ്, മോനെ, നിൻ്റെ കൂടെ ഉള്ളത് യഥാർത്ഥത്തിലുള്ള നിൻ്റെ അച്ഛനും അമ്മയും അല്ല, നീ ഒരു അഡാപ്റ്റഡ് ചൈൽഡാണ്. ഈ ഒരു കാര്യം മോൻ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്ന ഒരു സതുദ്ദേശത്തോടു കൂടി അധ്യാപകൻ ആ വിഷയം ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുകയാണ്. അതോടുകൂടി ആ കുഞ്ഞിൻ്റെ ചിന്തകളും കാഴ്ചപ്പാടും എല്ലാം മാറി മറിഞ്ഞു. അന്ന് മുതൽ ആ കുഞ്ഞിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റം വന്നു. കുഞ്ഞിന് തൻ്റെ പോറ്റമ്മയെ അല്ലെങ്കിൽ തൻ്റെ വളർത്തമ്മയോട് അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളോട് അതിയായ ദേഷ്യവും അതിയായ സങ്കടവും അതിയായ അമർഷവും വന്നു. കുഞ്ഞ് ആ നിമിഷം മുതൽ പറയാൻ തുടങ്ങി, എനിക്ക് എൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെ കാണണം, അവർ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും, അതുകൊണ്ട് അവരെ എനിക്ക് കണ്ടേ പറ്റൂ എന്ന് ആ കുഞ്ഞ് വാശി പിടിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ മാതാപിതാക്കൾ അത്യധികം ദുഃഖത്തിലും പ്രശ്നത്തിലും പ്രയാസത്തിലുമായി. ഈ കുഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ സംഭവങ്ങളൊക്കെ നിർത്തും എന്നായിരുന്നു അവരുടെ ഒരു വിശ്വാസം. പക്ഷേ ദിനം പ്രതി ഈ കുഞ്ഞിൻ്റെ പെരുമാറ്റത്തിൽ അതിസങ്കീർണമായിട്ടുള്ള പലതും കയറിക്കൂടി. അതായത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ പ്രകടമായിട്ടുള്ള മാറ്റം. കുഞ്ഞിൻ്റെ വാക്കുകളിൽ അസഭ്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വാക്കുകളൊക്കെ വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ കാണിക്കാത്ത ഡോക്ടേഴ്സില്ല, കയറാത്ത സൈക്കോളജി, സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ രൂപത്തിലുള്ള ഒത്തിരി കൺസൾട്ടേഷൻ ഇവരെ വിധേയമാക്കി. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തായിരിക്കും സംഭവിക്കുക? ഒരാൾക്കും മറുപടി പറയുവാൻ സാധിക്കാത്ത രൂപത്തിൽ ഈ കുഞ്ഞ് ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിന് വ്യത്യസ്ത അസുഖങ്ങൾ ഉണ്ടായി തുടങ്ങുന്നു. കുഞ്ഞിൻ്റെ ഭാരം കൂടുന്നു. ഒരു കൗമാരക്കാരനാകുന്നതിന് മുമ്പ് തന്നെ ഒരു യുവാവിൻ്റെ ശരീരം ആ കുഞ്ഞിനുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിൽ സംഭവിച്ച യഥാർത്ഥത്തിലുള്ള സംഭവം എന്തായിരിക്കും എന്നത് നമുക്കൊരു വളരെ കുറഞ്ഞ സമയം കൊണ്ടൊന്ന് വിശകലനം ചെയ്യാം. ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും താൻ സ്നേഹിക്കപ്പെടണം, താൻ ആദരിക്കപ്പെടണം, തൻ്റെ അസ്തിത്വത്തെ ഉറപ്പിക്കണം എന്നുള്ള അതിശക്തമായ ഒരു ചോദനയുണ്ടാവും. ഈ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് ഒരു 9 വയസ്സ് പ്രായമാകുന്നത് വരെ ഒരു യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കളുടെ അടുത്ത്, തൻ്റെ യഥാർത്ഥത്തിലുള്ള വീട്ടിൽ എല്ലാ സ്നേഹവും ലാളനയും പരിഗണനയും എല്ലാം ലഭിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞാണ് എന്ന ധാരണയിലായിരുന്നു കുഞ്ഞ് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനൊരു മാറ്റം വന്നപ്പോൾ, തൻ്റെ അസ്തിത്വത്തിൽ ചോദ്യം വന്നപ്പോൾ, ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, തൻ്റെ അസ്തിത്വം ഇത് റിയലി താൻ ഇവിടെ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്ന് ആ കുഞ്ഞിനറിയണം. അതിനുവേണ്ടി ആ കുഞ്ഞ് കാണിക്കുന്ന, അതായത് ഈ വികൃതികളും കുസൃതികളൊക്കെ കാണിക്കുമ്പോഴും തന്നെ അംഗീകരിക്കുന്നുണ്ടോ, തനിക്കിവിടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടോ, തനിക്കിവിടെ ഒരു വ്യക്തിത്വമുണ്ടോ എന്ന് ഈ കുഞ്ഞ് കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു ആദ്യമൊക്കെ ചെയ്തത്. പിന്നീട് അതൊരു ശീലമായി മാറുന്നു. ഇവിടെ ഇതോടുകൂടി സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിൻ്റെ വിഷയത്തിൽ അതിശക്തമായ ആധി കയറുന്നു. അങ്ങനെ ആ മാതാപിതാക്കളും ഈ കുഞ്ഞിനെക്കുറിച്ച് ഒരു ആധി അല്ലെങ്കിൽ ഒരു ചിത്രമുണ്ടാക്കുന്നു. ഈ കുഞ്ഞ് ഈ രൂപത്തിലുള്ള ഒരു കുഞ്ഞായിരിക്കും. അതായത് പറഞ്ഞാൽ കേൾക്കാത്ത, അനുസരണയില്ലാത്ത, എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന, വഴക്കാളിയായ അല്ലെങ്കിൽ എപ്പോഴും അസുഖക്കാരിയായ, ഒരുപാട് ഫിനാൻഷ്യലി ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞായി മാറി എന്ന ഒരു വിശ്വാസവും ഈ മാതാപിതാക്കൾക്കുണ്ടാകുന്നു. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു പ്രശ്നത്തെ അതിശക്തമായ രൂപത്തിൽ മാറ്റാൻ അല്ലെങ്കിൽ പൂർണ്ണമായും മാറ്റുവാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ ഈ ഇത്രയും പറഞ്ഞതില്ലെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ കുഞ്ഞിന് മാത്രം ഒരു കൗൺസിലോ ഈ കുഞ്ഞിന് മാത്രം ഒരു ട്രീറ്റ്മെൻറ്റോ കൊടുത്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ കുഞ്ഞിനെ കൃത്യമായ രൂപത്തിൽ EFT പോലുള്ള അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പോലുള്ള അല്ലെങ്കിൽ NLP പോലുള്ള അല്ലെങ്കിൽ അത്യാധുനികമായിട്ടുള്ള ഏതെങ്കിലും ടൂൾസ് ഉപയോഗിച്ച് ഈ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ താൻ സ്നേഹിക്കപ്പെടുന്നു, താൻ ഒരു രത്നമാണ്, താൻ ഒരു പവിഴമാണ്, തനിക്ക് ഈ ലോകത്ത് ഒരു അസ്തിത്വമുണ്ട് എന്ന് ഈ കുഞ്ഞിൻ്റെ ഉപബോധ മനസ്സിനെ സ്ഥിരപ്പെടുത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യുന്നതോടുകൂടി തന്നെ ആ കുഞ്ഞിൻ്റെ പെരുമാറ്റത്തിൽ അതിശക്തമായ മാറ്റമുണ്ടാവും എന്നതിന് യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം.
അതേപോലെ തന്നെ ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ഇവരുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിലും അതിശക്തമായ ഒരു മാറ്റം കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു, പെരുമാറ്റത്തിൽ മാറ്റം വന്നു, ആ വീട്ടിൽ ഒരുപാട് കാലം ഇല്ലാതിരുന്ന കളിയും ചിരിയുമൊക്കെ തിരിച്ചു വന്നു. ഈ ഒരു കഥയിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതിയാകില്ല. രണ്ട് ഭാഗവും, മാതാപിതാക്കളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലോട്ട് ഏതൊരാൾക്കും വരുവാൻ സാധ്യമാണ് എന്നുള്ളതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.